നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സമ്മതത്തോടുകൂടി, സ്ത്രീയുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി, കണിശമായ നിബന്ധനകളോടുകൂടി ബഹുഭാര്യത്വം ഇസ്ലാമിൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പരിഹസിച്ചും പുച്ഛിച്ചും മതത്തെ തന്നെ പൂർണ്ണമായും അവഹേളിക്കുന്ന രൂപത്തിൽ സിനിമ ഇറക്കിയ അമ്മയുടെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. സ്ത്രീയുടെ തന്നെ സമ്മതമില്ലാതെ ഭാര്യയും മക്കളുമുള്ള സിനിമാ ലോകത്ത് തന്നെയുള്ള പലരുമാണ് ഇപ്പോൾ സ്ത്രീ പീഡനത്തിലൂടെ കൊടും ക്രൂരമായ വാർത്തകളിലൂടെ നിറഞ്ഞു നിൽക്കുന്നത്. അമ്മ എന്ന് പറയുന്ന മാതൃത്വത്തിന്റെ ആ ബഹുമതി പോലും പൂർണ്ണമായും കളങ്കപ്പെടുത്തുന്ന രൂപത്തിലല്ലേ ഇവരൊക്കെ നടത്തിയ ക്രൂരതകൾ ഇപ്പോൾ ഹേമ കമ്മിറ്റിയിലൂടെ പുറത്തു വന്നത്. ഇവർക്കൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ എന്ത് അവകാശമാണുള്ളത്? പൂർണ്ണമായും നാട്ടുകാർ അറിഞ്ഞ് വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി ആ സ്ത്രീയുടെ തന്നെ സമ്മതത്തോടുകൂടി നടത്തുന്ന വിവാഹം, ഇതാരുടെ അംഗീകാരത്തോടു കൂടിയായിരുന്നു? ആരുടെ സമ്മതത്തോടു കൂടിയായിരുന്നു? തൻ്റെ താല്പര്യത്തിന് കൂട്ടുനിൽക്കാത്ത സ്ത്രീയെ ഏത് വിധേനയും അടിച്ചമർത്താൻ കഴിയുന്ന സകല മാർഗങ്ങളും അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നാണ് കേട്ടത്. ഇസ്ലാമിലെ സ്ത്രീ ജീവിതത്തെ ഫർദക്കുള്ളിൽ ഒതുക്കപ്പെട്ട സ്ത്രീ എന്ന രൂപത്തിൽ പരിഹസിച്ച്, ചാക്കിൽ പൊതിഞ്ഞ സ്ത്രീ എന്ന രൂപത്തിൽ അപഹസിച്ച് വാർത്ത വിട്ടവരും അഭിപ്രായപ്പെട്ടവരുമാണ് ഇന്ന് ഇത്തരം വാർത്തകളിലൂടെ നിറഞ്ഞു നിൽക്കുന്നത്. എവിടെ പോയി വനിതാ കമ്മീഷൻ? കേസെടുക്കാനൊന്നും ആരുമില്ലേ? മതപണ്ഡിതൻ പ്രസവിക്കാൻ സ്ത്രീക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞ വിഷയത്തിൽ സ്ത്രീക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്ന രൂപത്തിലേക്ക് വാർത്ത വിട്ടത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അന്ന് വനിതാ കമ്മീഷൻ രംഗത്ത് വന്ന് കേസെടുത്തിരുന്നു. ഇന്ന് ആ വനിതാ കമ്മീഷനെ ഈ വഴിക്ക് തന്നെ കാണുന്നില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരൊറ്റ തവണ വായിക്കുമ്പോൾ തന്നെ എത്ര പേരുടെ കണ്ണീരാണ് അതിൽ പതിഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാകും. ഇവരൊക്കെ ഇസ്ലാമിനെ എന്തെല്ലാം രൂപത്തിൽ പരിഹസിച്ചു, ഏതെല്ലാം രൂപത്തിൽ പരിഹസിക്കാൻ സാധിക്കുമോ, അവഹേളിക്കാൻ സാധിക്കുമോ ആ സകല മാർഗത്തിലൂടെയും സിനിമ ഇറക്കിയിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാ എന്ന വാക്കിന് വരെ ദ്വയാർത്ഥം സൃഷ്ടിച്ച് പടം ഇറക്കിയവരാണ്. ഇവരായിരുന്നോ ലിബറലിസത്തിന് വേണ്ടി വാദിച്ചത്? ഇവരായിരുന്നോ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചത്? എവിടെ പോയി യുക്തിവാദികൾ? മറ്റു സകല വൈകാരികപരമായി ചിന്തിക്കുന്ന വാദികളൊക്കെ എവിടെ പോയി? ഒരുത്തനെയും കാണുന്നില്ല. എന്ത് പറ്റി? യുക്തിവാദികളായിട്ടുള്ളവരും മറ്റു സകല വാദികളും ഇത്തരം സിനിമാ മേഖലകളിലെ ഡയറക്ടറോ കഥാകൃത്തോ തിരക്കഥാകൃത്തോ അഭിനേതാക്കളോ മറ്റു അണിയറ പ്രവർത്തകരോ ആണ്. അതുകൊണ്ട് ഒരുത്തനും ഈ വിഷയത്തിൽ കാര്യമായി സംസാരിക്കില്ല. ഈ കേസ് എവിടെയും എത്തുകയുമില്ല. പക്ഷെ ഒരു കാര്യം, വിമർശിക്കുമ്പോൾ തനിക്കതിന് അർഹതയുണ്ടോ എന്ന കാര്യമെങ്കിലും ഒന്ന് ചിന്തിക്കുക. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരം വൈകൃതങ്ങളെല്ലാം പിച്ച് ചിന്തപ്പെടുക തന്നെ ചെയ്യും. സമൂഹം അതിനെ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും.